വെൽക്കം ടു ലേണനോ. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് LDCയിലെ മെന്റൽ എബിലിറ്റിയിലുള്ള കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ടോപ്പിക് ദിശാവബോധം അഥവാ സെൻസ് ഓഫ് ഡയറക്ഷൻ. അപ്പോൾ ഈ ഒരു ഏരിയനെ എങ്ങനെ ചോദിക്കുക വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് വടക്കോട്ട് നോക്കി നിൽക്കുന്നു, എന്നിട്ട് ഇയാളുടെ വലതാര ഇടതാര എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരാം. പിന്നൊന്ന് ഒരാളിങ്ങനെ 1 കിലോമീറ്റർ മുന്നോട്ട് നടക്കുന്നു, അയാൾ വലത്തോട്ട് തിരിയുന്നു, എന്നിട്ട് 4 കിലോമീറ്റർ പിന്നെയും നടക്കുന്നു, എന്നിട്ട് തുടക്കവും ഒടുക്കവും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഈ പറയുന്ന ദിശാവബോധത്തിൽ നമുക്ക് സാധാരണഗതിയിൽ ചോദിക്കാറുള്ള ഭാഗം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. ഇതിന്നൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട് ഏത് എക്സാം ആണെങ്കിലും. LDC ആണെങ്കിലും 10th ലെവലിലും 12th ലെവലിലും ഡിഗ്രി ലെവലിലെല്ലാം ചോദിക്കാറുള്ള ഒരു ഏരിയയാണ്. പിന്നെ എളുപ്പമുള്ള ഒരു ഭാഗമാണ്. ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് കേട്ടോ. അത്രയും കൺഫ്യൂഷൻ ഒന്നുമില്ല. കറക്റ്റായിട്ട് ആ പോണ ഡയറക്ഷനൊക്കെ കൃത്യമായി നമ്മൾ വരച്ചു പോയി കഴിഞ്ഞാൽ സുഖമായി നമുക്ക് കിട്ടുന്ന ഒരു ഏരിയ കൂടിയാണ് അത്. ബട്ട് എളുപ്പമുള്ളൊരു പോർഷനാണ്. ഒരിക്കലും നിങ്ങളുടെ എക്സാമിന് ഈ ഭാഗത്തുനിന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കാരണം അത്ര എളുപ്പമാണ്. നിങ്ങൾ പക്ഷെ എപ്പോഴും നോക്കുമ്പോൾ ക്വസ്റ്റ്യൻ ഒക്കെ നല്ല വലുപ്പം ഉണ്ടാവും. വലുപ്പം കാണുമ്പോൾ നമ്മൾ നോക്കാറില്ല. പക്ഷെ ആ വലുപ്പം ഒന്ന് വായിച്ചു നോക്കി അതുപോലെ അങ്ങ് വരച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് ആൻസർ കിട്ടും. നോക്കാം. ഒന്നാമത്തെ ചോദ്യം, തെക്ക് കിഴക്ക് എന്നുള്ളത് വടക്കായിട്ട് മാറുകയാണെങ്കിൽ, വടക്ക് കിഴക്ക് പടിഞ്ഞാറായിട്ട് മാറുകയാണെങ്കിൽ പടിഞ്ഞാറ് എന്തായി തീരുമെന്നാണ് ചോദ്യം. വടക്ക് കിഴക്ക്, വടക്ക് പടിഞ്ഞാറ്, തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, ഇതൊക്കെയാണ് നമ്മളുടെ ഓപ്ഷൻസ് വന്നിരിക്കുന്നത്. അതായത് നമുക്കറിയാം ഇതാണ് നമ്മളുടെ ഡയറക്ഷൻ പറയുന്ന സമയത്ത് ഇത് നോർത്ത്, ഇത് വടക്ക്, താഴെ തെക്ക്, വലത് ഭാഗത്ത് കിഴക്ക്, ഇവിടേക്ക് എന്താണ് പടിഞ്ഞാറ്. അപ്പോൾ നോർത്ത് ഇങ്ങനെയല്ലേ ന്യൂസ് വരിക അല്ലേ? അതും കൂടെ ഇവിടെ നിന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. NEWS ഇങ്ങനെയാണ് വരും. ഓക്കെ, ഇതാണ് നമ്മുടെ നോർമൽ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഇടയ്ക്ക് വരുന്ന ഡയറക്ഷൻസ് ഉണ്ടല്ലോ, ഈ വടക്കിനും കിഴക്കിനും ഇടയിലായിട്ട് വരുന്ന ഭാഗമാണ് വടക്ക് കിഴക്ക്. ഇതാണ് എന്ത്? വടക്ക് കിഴക്ക്. ഈ പടിഞ്ഞാറിനും തെക്കിനും വരുന്ന ഭാഗമാണ് തെക്ക് പടിഞ്ഞാറ്. ഇനി നമ്മൾ ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തെക്കിനും കിഴക്കിനും വരുന്നതാണ് തെക്ക് കിഴക്ക് എന്ന് പറയുന്നത്. തെക്ക് കിഴക്ക് എന്ന് പറയുന്നത്. ഇനി ഇവിടെ വരുന്ന ഭാഗമാണ് പടിഞ്ഞാറും വടക്കിനും ഉള്ള ഭാഗമാണ് വടക്ക് പടിഞ്ഞാറ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഡയറക്ഷനിൽ വരുന്നത്. ഇതൊക്കെ തന്നെയാണ് ദാ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിനിടയ്ക്കുള്ളതാണ്ടോ, ഇത് വടക്ക് പടിഞ്ഞാറാണ്, നോർത്ത് വെസ്റ്റ് എന്ന് പറയുന്നത്. NE എന്ന് പറയുന്നത് വടക്ക് കിഴക്കാണ്. SE എന്ന് പറയുന്നത് തെക്ക് കിഴക്കാണ്. ഇത് തെക്ക് പടിഞ്ഞാറാണ്. ഇതാണ് ഇതിന് ഇംഗ്ലീഷിൽ നമുക്ക് പതുക്കെ എഴുതാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇംഗ്ലീഷിൽ അങ്ങനെ തന്നെ വെച്ചതാണ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ചോദ്യം എന്താണ്? തെക്ക് കിഴക്ക് വടക്കായിട്ട് മാറുന്നു. അപ്പൊ തെക്ക് കിഴക്ക് എവിടെ വരുന്നതാ? ഇവിടെയാണ്. ഈ തെക്ക് കിഴക്ക് എന്നുള്ള ഭാഗം എന്തായിട്ട് മാറുന്നു? വടക്കായിട്ട് മാറുന്നു. ഓക്കെ, അപ്പൊ തെക്ക് കിഴക്ക് വടക്കായിട്ട് മാറുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് വടക്കായിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഈ വടക്കിനെ നമ്മൾ ഇങ്ങനെ കൊണ്ടുവരണം, റൊട്ടേറ്റ് ചെയ്യാന്ന് വിചാരിക്കുക കേട്ടോ. ഈ വടക്കിനെ എങ്ങനെ റൊട്ടേറ്റ് ചെയ്തു, എവിടെ എത്തി? അത് തെക്ക് കിഴക്കിലേക്ക് എത്തിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും നോർത്ത് ഇവിടെ വരും അല്ലേ? നോർത്ത് ഇവിടെ വരും. ഇതാ അതിൻ്റെ അടുത്താണ്. ഇത് നോർത്ത് ഇവിടെ വരും. നോർത്ത് ഈസ്റ്റ് എവിടെ വരും? ഇവിടെ വരും. അതിൻ്റെ തൊട്ടടുത്ത് ഈസ്റ്റ് ആവും, ബാക്കി സൗത്ത് ഈസ്റ്റ് ആവും, പിന്നെ സൗത്ത് ആവും, പിന്നെ സൗത്ത് വെസ്റ്റ് ഇവിടെ വരും, ഇവിടെ വെസ്റ്റ് വരും, ഇവിടെ നോർത്ത് വെസ്റ്റ് ഇങ്ങനെ വരും. ഓക്കെ, ചോദ്യം എന്താണ്? വടക്ക് കിഴക്ക് പടിഞ്ഞാറായിട്ട് മാറുന്നു പറഞ്ഞു. അപ്പോൾ വടക്ക് കിഴക്ക് എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. അപ്പോൾ ഈ ഭാഗം എന്തായിട്ട് മാറിയപ്പോൾ അത് പടിഞ്ഞാറായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. അപ്പോൾ പടിഞ്ഞാറ് എന്തായി തീരുന്ന ചോദിക്കണം. പടിഞ്ഞാറ് എന്ന് പറഞ്ഞാൽ ശരിക്കും പടിഞ്ഞാറ് എവിടെയാണ് വരുന്നത്? ഇതാണ് പടിഞ്ഞാറ് വരുന്നത് അല്ലേ? ഈ ഒരു ഭാഗമാണ് എന്ത് വരുന്നത്? പടിഞ്ഞാറ്. അപ്പോൾ ഈ പടിഞ്ഞാറ് കിടക്കുന്ന സാധനം ഇപ്പൊ എന്തായിട്ടാണ് മാറിയത്? അത് സൗത്ത് ഈസ്റ്റ് ആയിട്ടാണ് മാറിയത് അല്ലെ? സൗത്ത് ഈസ്റ്റ് പറഞ്ഞാൽ അതെന്താണ്? തെക്ക് കിഴക്കായിട്ടാണ് അതെന്തായിട്ട് മാറിയത്? സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് തെക്ക് കിഴക്കായിട്ടാണ് മാറിയത് അല്ലെ? അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മനസ്സിലായോ? അതായത് മൊത്തമായിട്ട് നമ്മൾ ഈ നോർത്തിന് ഇവിടെ എത്തിച്ച് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ നോർത്ത് ഇവിടെ വരുമ്പോൾ ബാക്കിയുള്ളത് അതുപോലെ നോർത്ത് ഇവിടെ വരും. ഇത് എവിടേക്ക് വരും? നോർത്ത് ഈസ്റ്റ്. അത് സൗത്തിൻ്റെ അവിടേക്ക് വരും. ഈസ്റ്റ് എവിടേക്ക് വരും? വെസ്റ്റിൻ്റെ അവിടേക്ക്, സൗത്ത് വെസ്റ്റിൻ്റെ അവിടേക്ക് വരും. അങ്ങനെ അത് മൊത്തമായിട്ട് റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് അത് മാറുക. അപ്പോൾ മാറുന്ന സമയത്ത് പടിഞ്ഞാറ് എന്തായിട്ട് മാറുകയാണ് ചെയ്തത്? ഇപ്പോൾ തെക്ക് കിഴക്കായിട്ട് മാറുകയാണ് ചെയ്തത്. ഒരാൾ തെക്കോട്ട് 5 കിലോമീറ്റർ നടന്ന് വലത്തോട്ട് തിരിയുന്നു. 3 കിലോമീറ്റർ നടന്ന ശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് 5 കിലോമീറ്റർ നടക്കുന്നു. ഇപ്പോൾ അവൻ ആരംഭ സ്ഥലത്ത് നിന്നും ഏത് ദിശയിലാണ് എന്നാണ് നമ്മുടെ ചോദ്യം. പടിഞ്ഞാറ്, തെക്ക്, വടക്ക്, കിഴക്ക് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ആദ്യം ദിശ അങ്ങോട്ട് എഴുതി വെക്കുക. വടക്ക്, താഴെ തെക്ക്,
അപ്പുറത്ത് കിഴക്ക്, പിന്നെ ഇവിടെ പടിഞ്ഞാറ്. ഓക്കെ, ഇത്രയാണ് വരുന്നത്. അപ്പോൾ ഒരാൾ തെക്കോട്ട് നടന്നു. അപ്പോൾ തെക്ക് എവിടെയാ വരിക അല്ലേ? അപ്പോൾ ഒരാൾ എന്ത് ചെയ്യണ? ദേ ഇവിടെ നിന്ന് അയാൾ എ എന്നെടുക്കുക. അയാൾ തെക്കോട്ട് നടന്നു. തെക്കോട്ട് 5 കിലോമീറ്റർ നടന്നു എന്നാ പറയണത്. അപ്പോൾ അയാൾ തെക്കോട്ട് 5 കിലോമീറ്റർ നടന്നു. 5 കിലോമീറ്റർ ഇവിടെ നടന്നിട്ടുണ്ടേ, കാണുന്നില്ല അല്ലേ? 5 കിലോമീറ്റർ തെക്കോട്ട് നടന്നു. അതിനുശേഷം അയാളുടെ വലത് അല്ലെ, ഇയാൾ ഇങ്ങനെ നടന്നു വരാം. മുകളിൽ നിന്ന് താഴേക്ക് നടന്നു വരുന്ന ആളുടെ വലത് ഭാഗം എവിടെയൊക്കെയായിരിക്കും? ഇതാണ് അയാളുടെ വലത് വരിക അല്ലെ? ഇവിടെയല്ലേ അയാളുടെ വലത് വരാം. എന്നിട്ട് 5 കിലോമീറ്റർ നടന്ന ശേഷം എന്ത് ചെയ്തു? അയാള് വലത്തോട്ട് തിരിഞ്ഞു. വലത്തോട്ട് തിരിഞ്ഞൊരു 3 കിലോമീറ്റർ നടന്നു. വലത്തോട്ട് തിരിഞ്ഞൊരു 3 കിലോമീറ്റർ നടന്നു. അതിനുശേഷം അയാളുടെ ഇടത്തോട്ട് അയാൾ ഒരു 5 കിലോമീറ്റർ നടന്നു. അപ്പൊ അയാൾ ആരംഭിച്ച സ്ഥലത്ത് നിന്നും ഇവിടത്തേക്ക് എത്ര ഡിസ്റ്റൻസ് ഇപ്പൊ പോകും? അപ്പോൾ അവൻ ആരംഭിച്ച സ്ഥലത്ത് നിന്നും ഏത് ദിശയിലാണ് ഇപ്പോൾ എന്നാണ് ചോദിക്കുന്നത് അല്ലെ? ഇവിടെയാണല്ലോ ആരംഭിച്ചത്, ഇവിടെയാണല്ലോ ആരംഭിച്ചത്, ഇവിടെയാണല്ലോ ഇപ്പൊ നിൽക്കുന്നത് അല്ല? ഇതിൽ ആരംഭിച്ചത്. അപ്പൊ ആരംഭിച്ചത് നമ്മൾ ഡയറക്ഷൻ എടുക്കുക, ഇങ്ങനെയാണ് എടുക്കുക. അപ്പൊ ഇയാൾ ഇവിടെയാണ് നിൽക്കുന്നത് അല്ലെ? ഇതാണ് അയാൾ നിൽക്കുന്ന സ്ഥലം. അപ്പൊ ഇത് ഏതാണ്? പടിഞ്ഞാറും തെക്കും ചേർന്നിട്ടുള്ള ഭാഗമാണ് അല്ലെ? ഇത് പടിഞ്ഞാറ്, ഇത് തെക്ക്. അപ്പൊ ഈ ഡി എന്ന് പറയുന്നത് അയാളെ വെച്ച് നോക്കുമ്പോൾ തെക്ക് പടിഞ്ഞാറിലാണ് നിൽക്കുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. തെക്ക് പടിഞ്ഞാറ്. മനസ്സിലായില്ലേ? ഇപ്പൊ ഇങ്ങനെയാണ് കണക്കാക്കുന്നത്. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഒടി താഴേക്കാണല്ലോ, അപ്പൊ തെക്ക് എന്ന് നമ്മുടെ മനസ്സിൽ വരും. ഓപ്ഷൻ അതേപോലെ ബി കൊടുത്തിട്ടുണ്ട് അല്ലെ? അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ച് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ആൻസർ തെറ്റിപ്പോവാനുള്ള സാധ്യതയുണ്ട്. റാസിക്ക് വടക്കോട്ട് 50 മീറ്റർ. റാസിക്ക് എന്ന് പറഞ്ഞ ആള് വടക്കോട്ട് ഒരു 20 മീറ്റർ നടന്നിട്ടുണ്ട്. പിന്നെ വലത്തോട്ട് തിരിഞ്ഞ് 30 മീറ്റർ നടക്കുന്നു. പിന്നെ വലത്തോട്ട് തിരിഞ്ഞ് 35 മീറ്റർ നടക്കുന്നു. പിന്നെ ഇടത്തോട്ട് തിരിഞ്ഞ് 15 മീറ്റർ നടക്കുന്നു. ഒടുവിൽ അവൻ ഇടത്തോട്ട് തിരിഞ്ഞ് 15 മീറ്റർ നടക്കുന്നു. ഏത് ദിശയിലാണ്? പ്രാരംഭ സ്ഥാനത്ത് നിന്നും അവൻ എത്ര മീറ്റർ ആണെന്നും കൂടെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ദിശയും മനസ്സിലാക്കണം, എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് വേഗം നോക്കിയാലോ അല്ലെ? റാസിക്ക് വടക്കോട്ടാന്ന് ഇറങ്ങി. അപ്പൊ നമുക്ക് ഡയറക്ഷൻ മനസ്സിലായി. വടക്ക് എന്ന് പറയുന്നത് മുകളിലാണ് അല്ലെ? അപ്പൊ റാസിക്ക് എ എന്ന് പറഞ്ഞ സ്ഥാനത്ത് നിന്ന് പോവാണ്. അപ്പൊ വടക്കോട്ട് ഒരു 2 മീറ്റർ നടന്നു, 20 മീറ്റർ നടന്നു, 20 മീറ്റർ എഴുതി വെച്ചു. പിന്നെ അവിടെ നിന്ന് വലത്തോട്ട് ഒരു 30 മീറ്റർ നടന്നു, 30 മീറ്റർ എഴുതി വെച്ചു. പിന്നെ അവിടെ നിന്ന് വലത്തോട്ട് ഒരു 35 മീറ്റർ നടന്നു താഴോട്ട്. പിന്നെ അവിടെ നിന്ന് അയാൾ ഇങ്ങനെ വരികയാണ്. അപ്പൊ ഇവിടെ നിൽക്കുകയാണ്. അപ്പൊ അയാൾ നിൽക്കുന്ന സമയത്ത് അയാളുടെ ഇടതുഭാഗം ഇവിടെയാണ് അയാളുടെ ഇടതുഭാഗം വരിക അല്ലെ? അപ്പൊ ഇടതുഭാഗത്തേക്ക് അദ്ദേഹം തിരിഞ്ഞു ഒരു 15 മീറ്റർ പിന്നെ തിരിഞ്ഞു. പിന്നെ അവിടെ നിന്ന് എന്ത് സംഭവിച്ചു? ഒടുവിൽ അവൻ ഇടത്തോട്ട്, അയാൾ ഇങ്ങനെ വരികയാണ്. അപ്പൊ അയാളുടെ ഇടതുഭാഗം ഇവിടെയാണ് വരിക. ആ ലെഫ്റ്റിലേക്ക് അങ്ങനെ മുകളിലേക്ക് അയാൾ കയറിപ്പോയി 15 മീറ്റർ നടന്നു. അപ്പൊ ഇപ്പൊ തുടക്കത്തെ സ്ഥാനത്ത് വെച്ച് നോക്കുന്ന സമയത്ത് അല്ലെ? തുടക്കമുള്ള സ്ഥാനത്ത് വെച്ച് നോക്കുന്ന സമയത്ത് ഇപ്പൊ ഈ ഭാഗത്തേക്കാണ് അല്ലെ? അതായത് വടക്ക് തെക്ക് ഇവിടെ കിഴക്കോട്ടാണ് ഇപ്പൊ ആള് നിൽക്കുന്നത്. കിഴക്കുള്ള അതിന്റെ പ്രാരംഭ സ്ഥാനത്ത് നിന്നും കിഴക്കോട്ടാണ് നിൽക്കുന്നത്. എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? ദേ ഇവിടെ നിന്ന് ഇതുവരെ 30 മീറ്ററും ഇവിടെ നിന്ന് ഇതുവരെ എന്താണ് 15 മീറ്ററും. 30ഉം 15ഉം എത്രയാണ്? 45 മീറ്റർ കിഴക്കോട്ട് നോക്കിയിട്ടാണ് ആളിപ്പോ എന്ത് ചെയ്യുന്നത്? നിൽക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, കണ്ടോ? ഇത് കൃത്യമായി ഇടതും വലതും മനസ്സിലാവാണ്ടിരുന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും വഴിക്ക് പോകും, നമ്മൾക്ക് കിട്ടുന്ന ഉത്തരം തെറ്റുകയും ചെയ്യും. അത് കൃത്യമായിട്ട് നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. പോയിന്റ് എക്സിൽ നിന്നും ആരംഭിച്ച് ജയന്ത് പടിഞ്ഞാറോട്ട് 15 മീറ്റർ നടന്നു. അവൻ ഇടത്തോട്ട് തിരിഞ്ഞ് 20 മീറ്റർ നടന്നു. പിന്നീട് ഇടത്തേക്ക് തിരിഞ്ഞു 15 മീറ്റർ നടന്നു. ഇതിനു ശേഷം വലതുവശത്തേക്ക് തിരിഞ്ഞ് 12 മീറ്റർ നടന്നു. എക്സിൽ നിന്നും ജയന്ത് ഇപ്പോൾ എത്ര ദൂരത്താണ്? ഏത് ദിശയിലാണ്? ഡിസ്റ്റൻസും നമ്മൾ അറിഞ്ഞിരിക്കണം, ഏത് ഡയറക്ഷനിലാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ വന്ന ഉടനെ വേഗം വരയ്ക്കൂ. വടക്ക്, തെക്ക് അല്ലെ? അതറിയണം. കിഴക്ക്, പടിഞ്ഞാറ്. ഓക്കെ, അപ്പൊ പോയിന്റ് എക്സ് എടുത്തു. പോയിന്റ് എക്സിൽ നിന്നും ജയന്ത് പടിഞ്ഞാറോട്ട് നടന്നു. അപ്പൊ ഇതാണ് പടിഞ്ഞാറ് അല്ലെ? ഈ ഭാഗമാണ്. അപ്പോൾ എക്സ് ഒരു 15 മീറ്റർ പടിഞ്ഞാറോട്ട് നടന്നു. അവൻ അവിടെ നിന്ന് ഇങ്ങനെ പോവാ. അപ്പൊ ഇവന്റെ ഇടതുഭാഗം എന്താ? അപ്പൊ ഇടത്തോട്ട് എന്ത് ചെയ്തു? തിരിഞ്ഞൊരു 20 മീറ്റർ നടന്നു. പിന്നീട് അവൻ അവിടെ നിന്ന്, ഇതാണ് അവന്റെ ഇടത്, അപ്പൊ ഇടത്തോട്ട് തിരിഞ്ഞൊരു 15 മീറ്റർ നടന്നു. അതിനുശേഷം അവൻ അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞൊരു 12 മീറ്റർ നടന്നു. അപ്പോൾ എക്സിൽ നിന്നും ജയന്ത് ഇപ്പൊ എത്ര ഡിസ്റ്റൻസിലാണ്? ഇവിടെ നിന്ന് ഇതുവരെ എത്രയാണ്? 20 മീറ്റർ ആണ്. ഇവിടെ നിന്ന് ഇതുവരെ എത്രയാണ്? 12 മീറ്റർ ആണ്. അപ്പൊ 20ഉം 12 എത്രയാണ്? 32 മീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. ഏത് ദിശയിലാണ്? എക്സിൽ നിന്ന് നോക്കുന്ന സമയത്ത് തെക്കോട്ടാണ് അല്ലെ? 32 മീറ്റർ തെക്കോട്ട് അല്ലെ? എക്സിനെ വെച്ച് നോക്കുമ്പോൾ തെക്കോട്ടാണ് അത് കിടക്കുന്നത്. അപ്പൊ 32 മീറ്റർ തെക്കാണ് ഉത്തരം വരിക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഒരു വൈകുന്നേരം സൂര്യാസ്തമയത്തിനു മുമ്പ് രേഖയും ഹേമയും മുഖാമുഖം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു.
ഹേമയുടെ നിഴൽ ഹേമയുടെ വലതുവശത്തായിരുന്നുവെങ്കിൽ രേഖ ഏത് ദിശയിലാണ് അഭിമുഖീകരിച്ചിരിക്കുന്നത്? വടക്ക്, തെക്ക്, കിഴക്ക്. ഡാറ്റ അപര്യാപ്തമാണ്. എന്താണ് നമുക്ക് സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നു അല്ലേ? അപ്പൊ അങ്ങനെ വൈകുന്നേരം സൂര്യൻ പടിഞ്ഞാറാണല്ലോ അസ്തമിക്കുക. വൈകുന്നേരത്തെ അസ്തമനം നടക്കുന്നത് പടിഞ്ഞാറ് ഭാഗത്തായതുകൊണ്ട് നയൽ എപ്പോഴായിരിക്കും അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വീഴുക അല്ലെ? അപ്പൊ പടിഞ്ഞാറ് അസ്തമിക്കുമ്പോൾ കിഴക്കോട്ടാണ് നയല് വീഴുക. നമുക്കിവിടെ ചോദിക്കുന്നത് രേഖ ഏത് ഡയറക്ഷനിൽ നോക്കി നിൽക്കണം എന്നാ ചോദ്യം. അപ്പൊ ഇവിടെ നയല് കിഴക്കോട്ട് വീഴും. അപ്പൊ കിഴക്കോട്ട് ആ നയല് വീണു എന്ന് പറയുമ്പോൾ ഹേമയുടെ നയൽ എന്ന് പറയുന്നത് എവിടെയായിരിക്കും വരിക? ഇവിടെ കിഴക്കോട്ട് ഈ ഭാഗത്തേക്ക് ആയിരിക്കും ഹേമയുടെ നയല് വരിക അല്ലെ? അപ്പൊ ഹേമയുടെ നയല് വിടുകയാണെങ്കിൽ ഹേമയുടെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ രേഖ നിൽക്കുന്നത്. അപ്പൊ രേഖ എങ്ങോട്ട് നോക്കിയിട്ടായിരിക്കും നിൽക്കുക? ഇവര് മുഖാമുഖം നോക്കി സംസാരിക്കണം എന്നാണ് പറയുന്നത് അല്ലെ? അപ്പൊ ഇവര് മുഖാമുഖം നോക്കി സംസാരിക്കുകയാണെങ്കിൽ ഹേമ അങ്ങോട്ടേക്ക് നോക്കി നിൽക്കുമ്പോൾ രേഖ തിരിച്ച് ഹേമരെ നോക്കി നിൽക്കുകയാണ്. അതായത് രേഖ എങ്ങോട്ട് നോക്കിയിട്ട് നിൽക്കുക? തെക്ക് നോക്കിയിട്ടാണ് നിൽക്കുന്നത് അല്ലെ? ഇതല്ലേ തെക്കല്ലേ വരിക? അപ്പൊ രേഖ എങ്ങോട്ട് നോക്കിയിട്ട് നിൽക്കുന്നത്? തെക്കാണ് നോക്കി നിൽക്കുന്നത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. അടുത്ത ചോദ്യം, ഒരു കുട്ടി സൈക്കിൾ വടക്കോട്ട് ഓടിച്ചു, പിന്നീട് ഇടത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ ഓടിച്ചു, വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ ഓടിച്ചു. തന്റെ ആരംഭ പോയിന്റിൽ നിന്നും 1 കിലോമീറ്റർ പടിഞ്ഞാറ് അദ്ദേഹം സ്വയം കണ്ടെത്തി. തുടക്കത്തിൽ അദ്ദേഹം വടക്കോട്ട് എത്ര ദൂരം സഞ്ചരിച്ചു എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പൊ ഒരു കുട്ടി സൈക്കിൾ വടക്കോട്ട് ഓടിച്ചു. അപ്പൊ ഇതാണ് ആ കുട്ടി തുടങ്ങിയത് വടക്കല്ലേ? വടക്കോട്ട്. അപ്പൊ ഇവിടെ തുടങ്ങാം. അപ്പോ ആ കുട്ടി വടക്കോട്ട് ഓടിച്ചു, പിന്നീട് ഇടത്തോട്ട് തിരിഞ്ഞിട്ട് എന്ത് ചെയ്തു? 1 കിലോമീറ്റർ അല്ലെ? ഇങ്ങനെ വടക്കോട്ട് ഓടിച്ചു, ഇടത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ ഓടിച്ചു, വീണ്ടും അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ ഓടിച്ചു. തന്റെ ആരംഭ പോയിന്റിൽ നിന്നും 1 കിലോമീറ്റർ പടിഞ്ഞാറ് അദ്ദേഹം സ്വയം കണ്ടെത്തി അല്ലെ? ആരംഭ പോയിന്റിൽ നിന്നും ഇപ്പൊ ആള് നിൽക്കുന്നത് ഇതെവിടേക്കാണ്? ഇത് അവിടെ നിന്ന് പടിഞ്ഞാറ് കൃത്യം 1 കിലോമീറ്റർ പടിഞ്ഞാറായിട്ടാണ് അദ്ദേഹം ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ തുടക്കത്തിൽ അദ്ദേഹം വടക്കോട്ട് എത്ര ദൂരം സഞ്ചരിച്ചു എന്നാണ് ചോദ്യം. കാരണം അവർ പറഞ്ഞിട്ടില്ല, ഒരു കുട്ടി വടക്കോട്ട് പോയി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ നമുക്ക് മനസ്സിലായി എയും ഡിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 1 കിലോമീറ്റർ എന്ന് മനസ്സിലായി. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു ദീർഘചതുരം അല്ലേ? അപ്പൊ ഇത് 2 കിലോമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇതും എന്തെന്നെ ആയിരിക്കും? അത് 2 കിലോമീറ്റർ തന്നെ ആയിരിക്കും അല്ലെ? അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ 2 കിലോമീറ്റർ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? മുകളിലോട്ട് അഥവാ വടക്കോട്ട് അദ്ദേഹം ഓടിച്ചിരിക്കുന്നത്. ഒരു മനുഷ്യൻ വടക്ക് പടിഞ്ഞാറ് അഭിമുഖമായി നിൽക്കുന്നു. അവൻ തിരിയുന്നു ഘടികാരദിശയില്. ഘടികാരദിശ പറയുമ്പോ ഇങ്ങനെ. അപ്പൊ ഒരു മനുഷ്യൻ വടക്ക് പടിഞ്ഞാറായി നിൽക്കുന്നത് വടക്ക്, തെക്ക്, കിഴക്ക്, ഇവിടെ പടിഞ്ഞാറ്. അപ്പൊ വടക്ക് പടിഞ്ഞാറായി നിൽക്കുക ഇങ്ങനെയാണ്. വടക്ക് പടിഞ്ഞാറ് ഈ ഒരു ഡയറക്ഷനിലാണ് ആര് നിൽക്കുന്നത്? വടക്ക് പടിഞ്ഞാറ് ഡയറക്ഷൻ നോക്കിയിട്ടാണ് നിൽക്കുന്നത്. അവൻ എന്നിട്ട് അവിടെ നിന്ന് ഘടികാര ദിശ തിരിയണം പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇങ്ങനെ വടക്ക് പടിഞ്ഞാറ് നോക്കി നിൽക്കുന്നു, എന്നിട്ട് ഘടികാര ദിശയിൽ ഇങ്ങനെ തിരിയണം. ഓക്കെ, ഇങ്ങനെ തിരിയണം. പിന്നെ എതിർ ഘടികാര ദിശയിലും പിന്നെ അതായത് ഒരു മനുഷ്യൻ വടക്ക് പടിഞ്ഞാറ് അഭിമുഖമായി നിൽക്കുന്നു, എന്നിട്ട് അവൻ ഘടികാര ദിശയിൽ ആദ്യം തിരിയുന്നു, പിന്നീട് എതിർ ഘടികാര ദിശയിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിയുന്നു, പിന്നെ മറ്റൊന്നിലും ഒരേ ദിശയിൽ. അവൻ ഇപ്പോൾ ഏത് ദിശയിലാണ് അഭിമുഖീകരിക്കുന്നത് എന്നാണ് ചോദിച്ചത്. ഇപ്പൊ തെക്ക് പടിഞ്ഞാറ്, തെക്ക് കിഴക്ക്, കിഴക്ക്. അപ്പൊ തെക്ക് കിഴക്കാണ് വരുന്നത്, അതായത് തെക്ക് കിഴക്ക് ഈ ഭാഗത്തേക്കാണ് വരുന്നത്. നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ വിശദീകരണം ഇങ്ങനെയാണ് വരിക. ആദ്യം എന്ത് ചെയ്തു? അവിടെ നിന്ന് ആദ്യം ഘടികാര ദിശയിൽ തിരിഞ്ഞു അല്ലെ? ആദ്യം ഘടികാര ദിശയിൽ അവിടെ നിന്ന് തിരിഞ്ഞു, പിന്നെ എതിർ ഘടികാര ദിശയിൽ തിരിഞ്ഞു എന്നാണ്. അപ്പൊ തന്നിരിക്കുന്നതിൽ കാണിച്ചിരിക്കുന്ന പോലെ മനുഷ്യൻ ആദ്യം OP അഭിമുഖമായി നിൽക്കുന്നു അല്ലെ? എങ്ങനെ നമ്മൾ പറഞ്ഞത്? ഈ ഒരു ഡയറക്ഷനിലാണ് നിൽക്കുന്നത്. OP അഭിമുഖമായിട്ട് ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇതാണ് അവരുടെ ഡയറക്ഷൻ. ഇങ്ങനെയാണ് നിൽക്കുന്നത്, ഇവിടെ നിൽക്കുന്നത്. ഇങ്ങനെ നോക്കിയിട്ട് P ആ ഡയറക്ഷനിലാണ് നിൽക്കുന്നത്. എന്നിട്ട് നീങ്ങുന്നു, എന്നിട്ട് അവിടെ നിന്ന് ഘടികാര ദിശയിൽ നീങ്ങുന്നു. അവൻ OXലേക്ക് എത്തുന്നു അല്ലെ? ഘടികാര ദിശയിൽ എത്തുന്ന സമയത്ത് ഇവിടെ ഘടികാര ദിശയിൽ എത്തുന്ന സമയത്ത് ഇവിടെ നിന്ന് ഘടികാര ദിശയിൽ എത്തുന്ന സമയത്ത് OXലേക്ക് എത്തുന്നു. കൂടുതൽ നീക്കത്തിൽ എതിർ ഘടികാര ദിശയിൽ എത്തുന്നു. അപ്പൊ അവ എന്ത് ചെയ്യുന്നു? ഇവിടെ ഇങ്ങനെ OY എതിർ ഘടികാര ദിശയിൽ എത്തിയപ്പോൾ OYലേക്ക് എത്തുന്നു. ഒടുവിൽ പിന്നെ നീങ്ങുന്നു, പിന്നെ മെല്ലെ നീങ്ങുന്നു എന്നല്ലേ പറഞ്ഞ? എതിർ ഘടികാര ദിശയിൽ കുറച്ചുകൂടെ നീങ്ങി, അപ്പൊ താഴേക്ക് പിന്നെയും വന്നു. അപ്പൊ അവൻ ഇപ്പൊ നിൽക്കുന്നത് എവിടെയാ? തെക്ക് കിഴക്കിലാണ് നിൽക്കുന്നത്. അതായത് OZ തെക്ക് കിഴക്ക് ദിശയിൽ അഭിമുഖീകരിച്ചിട്ടാണ് OZ നിൽക്കുന്നത്. ഓക്കെ, അതാണ് ഓപ്ഷൻ സി ആണ് നമുക്ക് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അടുത്തത് K ആണ്. എല്ലിന്റെ തെക്ക് പടിഞ്ഞാറ് 40 മീറ്റർ. ഓക്കെ, അപ്പൊ എല്ലിന്റെ തെക്ക് പടിഞ്ഞാറ് 40 മീറ്റർ K നിൽക്കുന്നുണ്ട്. എല്ലിന്റെ 40 മീറ്റർ തെക്ക് കിഴക്ക് M നിൽക്കുന്നുണ്ട്. അപ്പൊ Kയുടെ ഏത് ദിശയിലാണ് M എന്നാണ് ചോദ്യം. കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, കിഴക്ക്, തെക്ക് എന്നുള്ളതൊക്കെയാണ് വരിക. ഓക്കെ, അപ്പൊ K ഇതാ നിൽക്കുന്നു. അപ്പൊ K എല്ലിന്റെ തെക്ക് പടിഞ്ഞാറാണ്. അപ്പൊ വടക്ക്, തെക്ക്,
കിഴക്ക് പടിഞ്ഞാറ് അല്ലേ. അപ്പോൾ കെ എല്ലിന്റെ തെക്ക് പടിഞ്ഞാറ്. അപ്പൊ തെക്ക് പടിഞ്ഞാറ് പറയുമ്പോൾ എവിടെ? തെക്ക് പടിഞ്ഞാറ് ഇവിടെ വരാം. അപ്പൊ എല്ലിന്റെ തെക്ക് പടിഞ്ഞാറ് പറയുമ്പോൾ കണ്ടില്ലേ, ഇതാ എല്ലിന്റെ തെക്ക് പടിഞ്ഞാറാണ് കെ. ഓക്കെ, അപ്പൊ അവിടെ 40 മീറ്റർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു. പിന്നെ എല്ലിന്റെ 40 മീറ്റർ തെക്ക് കിഴക്ക്, എല്ലിന്റെ 40 മീറ്റർ തെക്ക് കിഴക്ക് പറയുമ്പോൾ ഇങ്ങനെയാ. അപ്പൊ 40 അല്ലേ തെക്ക് കിഴക്ക് വരിക. അപ്പൊ എല്ലിന്റെ 40 മീറ്റർ തെക്ക് കിഴക്കാണ് എം വരിക. അതും പറഞ്ഞിട്ട് 40 മീറ്റർ ആണ്. ഓക്കെ, കെയുടെ ഏത് ദിശയിലാണ് എം? അപ്പൊ കെനെ വെച്ച് നോക്കുമ്പോൾ എം ഏത് ദിശയിലാണെന്ന് വെച്ചാൽ കെ വെച്ച് നോക്കുമ്പോൾ എം ഏത് ദിശയിലാണ്? കിഴക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് തെക്ക്. ഇത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം കെയും എമ്മും ഒരേ ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. കാരണം എല്ലെന്ന് രണ്ടും ഒരേ ഡിസ്റ്റൻസിലായതുകൊണ്ട് കെയും എമ്മും ഒരേ ഡിസ്റ്റൻസിൽ തന്നെ ആയിരിക്കും നിൽക്കുക. അപ്പൊ കെനെ വെച്ച് നോക്കുമ്പോൾ അത് എവിടെയാണ് കിടക്കുന്നത്? ഇങ്ങനെ അല്ലേ. കെനെ വെച്ച് നോക്കുന്ന സമയത്ത് അതെ എവിടെയാണ് നിൽക്കുന്നത്? കിഴക്കിലാണ് നിൽക്കുന്നത്. എം കിഴക്കിലാണ് നിൽക്കുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, ഒരാള് തെക്കോട്ട് 5 കിലോമീറ്റർ നടന്ന് വലത്തോട്ട് തിരിയുന്നു. 3 കിലോമീറ്റർ നടന്ന ശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ നടക്കുന്നു. പിന്നെ നേരെ 10 കിലോമീറ്റർ തിരിച്ചു പോകുന്നു. ഇപ്പോൾ അവൻ ആരംഭ സ്ഥലത്ത് നിന്നും ഏത് ദിശയിലാണ്? തെക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് ഏതാ വരെ? അപ്പൊ നൽകിയിരിക്കുന്ന ദിശയില ഇപ്പൊ അവൻ എവിടെ നിൽക്കുന്ന നോക്കാം. ഒരാള് തെക്കോട്ട് 5 അല്ലെ, തെക്ക് വരെ താഴേക്ക് 5 കിലോമീറ്റർ നടന്ന് ഇയാൾ താഴേക്ക് നടക്കണം. അപ്പൊ താഴേക്ക് നടക്കുന്നു. നടന്ന് അവിടെ നിന്ന് ഇയാളുടെ വലത്തോട്ട് പറയുമ്പോൾ ഇതല്ലേ, ഇത് ഇടത് ഇത് വലത്. അപ്പൊ വലത്തോട്ട് തിരിയുന്നു. എന്നിട്ട് 3 കിലോമീറ്റർ അവിടെ നിന്ന് നടക്കുന്നു. നടന്നിട്ട് അയാളുടെ ഇടത്തോട്ട് തിരിഞ്ഞൊരു 4 കിലോമീറ്റർ നടക്കുന്നു. 4 കിലോമീറ്റർ നടക്കുന്നു. പിന്നെ നേരെ 10 കിലോമീറ്റർ തിരിച്ചു പോകുന്നു. അപ്പൊ ഇതില് ഇങ്ങനെയല്ലേ വരിക? 5 ഇങ്ങനെ 3 പിന്നെ 4 എന്നിട്ട് ഒരൊറ്റ തിരിച്ചു പോക്ക. 10 കിലോമീറ്റർ മുകളിലേക്ക് ഒറ്റ തിരിച്ചു പോക്ക് പറഞ്ഞു. പക്ഷെ ഇവിടെ നിന്ന് എന്ത് ചെയ്തിരിക്കുകയാണ്? മുകളിലേക്ക് ഒരൊറ്റ പോക്ക് പോയിരിക്കുക. ഇവിടെ നിന്ന് നേരെ മുകളിലേക്ക് പോയിരിക്കുക. 10 അല്ലേ, 10 യൂണിറ്റാണ് പോയിരിക്കണം. അപ്പൊ ഇവിടെ നിന്ന് ഇവിടെ 4 5 ചേർന്ന് കഴിഞ്ഞാൽ എന്താണ്? 50. സോറി 5 4 9. ഇവിടെ ഇത്രയും ഭാഗം 9 വന്നു. അപ്പൊ 1 മീറ്റർ, അതായത് ഈ സ്റ്റാർട്ടിങ്ങിന്റെ ഈ പോയിന്റിൽ നിന്നും ശരിക്കും ഒരു മീറ്റർ ഇപ്പുറത്ത് എക്സ്ട്രാ വരുന്നുള്ളൂ. 1 യൂണിറ്റ് ഇങ്ങോട്ടേക്ക് വരുന്നുള്ളൂ. അപ്പൊ ഈ ഡയറക്ഷൻ, ഈ പോയിന്റിൽ നിന്ന് ഈ ഡയറക്ഷൻ എന്താണ് വരിക നോക്കൂ. അതെങ്ങനെ വരിക? അപ്പൊ ഇവിടെ നിന്നല്ലേ നമ്മൾ എടുക്കേണ്ടത്? ഇത് വടക്കാണ്, ഇത് തെക്കാണ്, ഇത് കിഴക്കാണ്, ഇത് പടിഞ്ഞാറാണ് അല്ലെ. അപ്പൊ ഈ പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വടക്ക് പടിഞ്ഞാറാണ്. അപ്പൊ നമ്മളുടെ ആ പോയിന്റ് അവൻ തിരിച്ചു പോയത് എന്താണ്? വടക്ക് പടിഞ്ഞാറാണ് നമ്മളുടെ ഉത്തരം വരുന്നത്. മനസ്സിലായില്ലേ? ചില ആൺകുട്ടികൾ 3 വരികളായി വടക്കോട്ട് അഭിമുഖീകരിച്ച് നിൽക്കുന്നു. വടക്കോട്ട് നോക്കിയിട്ടാണ് ചില ആൺകുട്ടികൾ 3 വരികളായിട്ട് വടക്ക് നോക്കി നിൽക്കുന്നുണ്ട്. അതായത് എ മധ്യനിരയിൽ. അപ്പൊ ഇതിലെ എ എന്ന് പറയുന്നത് മധ്യനിരയിൽ കിടക്കുന്ന ഒരാളാണ്. അതുപോലെ പി എന്ന് പറയുന്നത് എന്റെ വലതുവശത്താണ് പി എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ അതേ നിരയിലാണ്. ഓക്കെ, അപ്പൊ എയുടെ വടക്ക് 6 ആയിരിക്കുമ്പോൾ എന്റെ വടക്ക് 6 കിടക്കുന്നുണ്ട്, 6 കിടക്കുന്നുണ്ട്. പിയുടെ തൊട്ട് പുറകിലാണ് ക്യൂ. പിന്റെ തൊട്ട് പുറകിലാണ് ക്യൂ വരുന്നത്. അപ്പൊ 6ന്റെ ഏത് ദിശയിലാണ് ക്യൂ? അപ്പൊ 6നെ വെച്ച് നോക്കുമ്പോൾ 6ന്റെ ഏത് ദിശയിലാണ് ക്യൂ എന്നാണ് നമ്മുടെ ചോദ്യം വരിക അല്ലെ. അപ്പൊ വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറ് എന്ന് വരുമ്പോൾ ഈ തെക്ക് കിഴക്ക് ഭാഗത്താണ് ആര് വരുന്നത്? 6ന്റെ തെക്ക് കിഴക്ക് ഭാഗത്താണ് ആര് വരുന്നത്? ക്യൂ വരുന്നത്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഫിഗർ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാണ് റോ. അപ്പൊ ഇവിടെ 6 വരും. എന്റെ തൊട്ട് മുകളിലാണ് 6 എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ വലതുഭാഗത്ത് പി പറഞ്ഞിട്ടുണ്ട്. പിന്റെ തൊട്ട് താഴെയാണ് ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം ഇതാണ് നമ്മുടെ ഡയറക്ഷൻ അല്ലേ. അപ്പൊ ക്യൂ ഇവിടെ എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത്? ഇങ്ങനെയാണ് അല്ലെ, അതായത് ഇങ്ങനെയാണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് ആണ്, അതായത് തെക്ക് കിഴക്കാണ് ഇവിടെ ക്യൂ എന്ന് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മള് ഡയറക്ഷൻ അഥവാ ദിശാവബോധത്തെ കുറിച്ച് നമുക്ക് നോക്കാനായിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ സാധാരണ ചോദിക്കാറുള്ളൂ. അപ്പൊ ഇങ്ങനെ റോല് ഒരു നിരയിലുള്ളത് ചോദിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ ഡിസ്റ്റൻസ് ഇങ്ങനെ പോയി എന്നുള്ളത് ചോദിക്കാം. അപ്പൊ കണ്ടില്ലേ, ഇങ്ങനെ വന്നിട്ട് പെട്ടെന്നൊരു 10 കിലോമീറ്റർ മുകളിലേക്ക് പോയി എന്നൊക്കെ പറയുമ്പോൾ ആ തിരിച്ചുപോക്ക് എങ്ങോട്ടേക്ക് പോകണം എന്നുള്ളത് നിങ്ങൾക്കൊരു ഐഡിയ വേണം. ഇല്ലാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് നമ്മളുടെ തെറ്റ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അതില് ചോദ്യങ്ങൾ സാധാരണഗതിയിൽ വരാറുള്ളത്. ഇത് നമ്മളിപ്പോ എടുത്തിട്ടുള്ള കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിനേക്കാൾ എളുപ്പമായിട്ട് ചോദിക്കുള്ളൂ. ഇനിയിപ്പോ എന്തെങ്കിലും കാരണവശാൽ LDC കുറച്ചൊന്ന് കടുപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതും കൂടെ ചെയ്യണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഈ രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പൊ ഇതുപോലെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്താൽ മാത്രമേ, മെന്റൽ എബിലിറ്റിന്റെ ഒരു പ്രത്യേകതയാണ് നമ്മൾ പരമാവധി ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം നമുക്ക് നല്ലൊരു രീതിയിലേക്ക് അത് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത്
ഭാഗത്തുനിന്ന് എഫേർട്ട് എടുത്ത് ചെയ്യണം. LDCൻ്റെ മാത്രമല്ല, അതല്ലാതെയും വേറെ ടൈപ്പ് 10th ലെവലിൽ എക്സാമിനേഷൻസ് നടക്കാറുണ്ട്. അതും കൂടെ ചെക്ക് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.